Hello, so Guruvayur Ambala Nadai, directed by Vibin Das, written by Deepu Pradeep, starring Prithviraj, Basil Joseph, Nigila Vimal, Anashwara Rajan. അപ്പോൾ ഇവർ 4 പേരാണ് ഈ സിനിമയിൽ മെയിൻ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ പക്ക ഒരു ഫൺ എൻ്റർടൈനർ, അതായത് 2.5 മണിക്കൂർ ഒന്നും ആലോചിക്കാതിരുന്ന് ചിരിക്കാൻ പറ്റിയ ഒരു പടം. അപ്പം എനിക്ക് ഈ സിനിമ ഫസ്റ്റ് കണ്ടപ്പോൾ ഓർമ്മ വന്ന ഗോഡ് ഫാദറാണ്. കാരണം ഗോഡ് ഫാദർ ആക്ച്വലി ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഒരു കല്യാണമാണല്ലോ. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് പിന്നെ വന്നത്. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഈ പ്രിയദർശൻ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വെട്ടം, അല്ലെങ്കിൽ ഈ പിന്നെ ഞാൻ എപ്പോഴും കാണുന്ന ഈ മഴ പെയ്യുന്നു മന്ദളം കൊട്ടുന്നു, അങ്ങനത്തെ മൂവീസിലൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കൊരു ഭയങ്കര അൾട്ടിമേറ്റ് കെയോസ് ആണല്ലോ. കുറേ പ്രശ്നങ്ങൾ വരുന്നു, കുറേ ആൾക്കാർ അതിൻ്റെ പുറകെ പോകുന്നു, അത് സോൾവ് ചെയ്യുന്നു. അങ്ങനൊരു ഫിലിമായിട്ടാണ് എനിക്ക് ഫസ്റ്റ് അത് തോന്നിയത്. അങ്ങനെ കുറേ നൊസ്റ്റാലജിയൊക്കെ അടിച്ചു. ഓക്കെ, അപ്പം ഈ സിനിമ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് വന്ന ഒരു കോംബോ ആയിരുന്നു പൃഥ്വിരാജ് ബേസിൽ. നമ്മളൊരിക്കലും ചിന്തിക്കാത്തൊരു കോംബോ വന്നപ്പം അവർ തമ്മിലുള്ള കെമിസ്ട്രിയും ഒരു ബ്രോമാൻസൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ മ്യൂസിക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം കുറേ ലാസ്റ്റത്തെ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും നല്ല മ്യൂസിക്കൊക്കെയാണ്. നല്ലപോലെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു സിറ്റുവേഷൻ്റെ ഹൈപ്പ് കൂട്ടുന്നതനുസരിച്ച് മ്യൂസിക്കും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ ഫസ്റ്റ് പാർട്ടാണ് കുറച്ചും കൂടെ ഇഷ്ടമായത് സെക്കൻഡ് പാർട്ടിനേക്കാൾ. പിന്നെ ക്ലൈമാക്സ് നല്ലതായിരുന്നു. നല്ലൊരു കോമഡി ഫൺ അങ്ങനെ ഒരു ടൈപ്പ് ക്ലൈമാക്സ് ആയിരുന്നു ലാസ്റ്റ് എന്ന് അവസാനിച്ചത്. പിന്നെ എനിക്ക് ബേസിലിനെ ആയിരുന്നു കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ബേസിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടറാണ്. ഫിസിക്കൽ കോമഡി ചെയ്യാനും സാധാരണ ഇത് ചെയ്യാനും ബേസിന് ഭയങ്കര കഴിവാണ്. ബേസിൽ ഒത്തിരി ചിരിപ്പിച്ചു. അതുപോലെ തന്നെ പൃഥ്വിരാജും. ഒരു പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള, ഭയങ്കര ഓവറായിട്ടുള്ള, ഈ ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര ഇതായിട്ടുള്ള ഈ ദേഷ്യമൊക്കെ ഉള്ള, അതുപോലെ തന്നെ ഭയങ്കര ഓവറായിട്ട് ബിഹേവ് ചെയ്യുന്ന, എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സിന് നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് പൃഥ്വിരാജിൻ്റെ. ബേസിലിനൊരു പക്ക ഒരു പയ്യൻ, ഒരു നിരാശകാമുകൻ റൂട്ടാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ജഗദീഷുണ്ട്, രേഖയുണ്ട്, പിന്നെ ബൈജു. പിന്നെ ഇതിൽ എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാൽ ഇതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. ഡോക്ടർ ജോർജ് എന്നൊരു കഥാപാത്രം ചെയ്ത ജോമോൻ ജ്യോതിർ, അങ്ങനെയാണ് ആക്ടറിൻ്റെ പേര്. ഒരു രക്ഷയില്ലായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഗംഭീര ഹ്യൂമറായിരുന്നു. പിന്നെ സാഫ് ബോയ്, പിന്നെ സിജു സണ്ണി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അശ്വിൻ വിജയൻ, ഇവരൊക്കെ ഈ സിനിമയിൽ ഈ കൂട്ടുകാരായിട്ടും അനിയനൊക്കെ ആയിട്ടുള്ള റോൾസൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും നല്ലതായിരുന്നു. എല്ലാവരുടെ ഒരു ഓവറോൾ ഒരു എന്താ പറയുക, ഒരു ആക്ടിങ് അല്ലെങ്കിൽ എല്ലാവരും ഒരു ഓവറോൾ ഒരു വർക്ക് ഉണ്ടല്ലോ, അതിൽ ഈ സിനിമയിൽ പറയേണ്ട ഒരു ഘടകമാണ്. പിന്നെ എനിക്കിതിന് മെയിൻ ഹാറ്റ്സ് ഓഫ് പറയേണ്ടത് വിപിൻ ദാസിനോടാണ്. കാരണം പക്ക ഒന്നാമത്തെ കാര്യം, ഗുരുവായൂരിൻ്റെ ഫുൾ സെറ്റിട്ടിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് സെറ്റിട്ടിട്ടുണ്ട്. ആ ഒരു ആൾത്തിരക്കും ബഹളവും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് ആ ഡയറക്ടർ ഞാൻ നോക്കിയില്ല ആരാണ്. ആ ഡയറക്ടറിന് ഒരു പ്രത്യേക ഹാറ്റ്സ് ഓഫ്. കാരണം അത് പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സെറ്റും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗുരുവായൂർ അമ്പലനടയിൽ. ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന സ്ട്രെസ് റിലീഫർ അല്ലെങ്കിൽ സ്ട്രെസ് ബസ്റ്ററാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സോ എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മേക്ക് ഷുവർ ദേ സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ക്ലിക്ക് ദ നോട്ടിഫിക്കേഷൻ ബെൽ ഫോർ മോർ വീഡിയോസ്.